എടാ അന്തസ്സുള്ള സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി ചെയ്യടാ, അല്ലാതെ അടുത്തവൻ ചെയ്യുന്ന പോലെ കോപ്പി അടിച്ചല്ലേ ചെയ്യേണ്ടത്. എന്റെ കൂട്ടുകാരൻ സാധനം കൊണ്ട് 2 അടിച്ചിട്ട് വേണം നിന്റെയൊക്കെ മണ്ട അടിച്ചു തീർഞ്ഞാൽ. അല്ല പിന്നെ അത്ഭുതനെ കാണിക്കുന്നു. എന്താ അടിച്ചത്? എൻട്രി പഞ്ച്. നീ ആരുടെ വേളം ഉണ്ടാക്കുന്നത്? അളിയ അമ്മരെ കാണിച്ച അൽമ്പ് പരിപാടിയല്ലേ അളിയ? ഇവിടെ സ്വാതന്ത്ര്യത്തിനായിട്ട് നമ്മളല്ലേ അളിയ ഇവിടെ പതാക ഉയർത്തിയത്? നമ്മളെ കണ്ട് കോപ്പി അടിച്ച് അതേ സെയിം പതാക അമ്മര് ഉയർത്തിയാണ്. അടിക്കണ്ടേ അമ്മരെ? ദേശീയ പതാകയാണ്. ഓ മിടുക്കനാണല്ലോടാ. മണ്ട, ഇന്ത്യക്ക് ഒരു പതാക മാത്രമേ ഉള്ളൂ, എല്ലാവർക്കും ഉപയോഗിക്കാം. തന്നെ നീ സാധനം എടുത്താ? നിന്റെ അച്ഛൻ നാട് വിട്ടു എന്തിനാണ്? കടം കാരണം. അല്ല, നീ കാരണമായിരിക്കും. അല്ല, നീ സാധനം എടുത്താ? സാധനമൊക്കെ കിട്ടി. സ്വാതന്ത്ര്യനോട് സാധനം കിട്ടാൻ ഒരു വഴിയില്ലായിരുന്നു. അവസാനം ഗതി കെട്ട് ഞാൻ വൈറ്റിന് എടുക്കേണ്ടി വന്നു. വൈറ്റില്ല, സാധനം ബ്ലാക്കിലല്ലടാ സാധനം എടുക്കണേ. കളറൊന്നും പറയല്ലേ, അതൊക്കെ ബോഡി ഷേമിങ്ങും കളർ ഷേമിങ്ങും ആയി മാറും. ടച്ചിങ്സിന് സ്ട്രോബെറിയാണ് നല്ലത്. എനിക്ക് നീ ആണെങ്കിൽ കയറി പറയും. സ്ട്രോബെറിയാ? ഓ, നീ വീഡിയോ വലിച്ചാ ഞങ്ങൾ നിനക്ക് പറ്റി. എന്റെ പട്ടി വലിക്കും. ചുമ്മാ അല്ല നിന്റെ പട്ടിയുടെ മോന്ത ഇങ്ങനെ ഇരിക്കുന്നത്. എന്റെ കൽക്കലൊന്നും പറയരുത്. എന്റെ കൽക്കല നീ ഒന്നും പറയരുത്. ആ കുഴിയാനെ തോണ്ടിയ കുഴിയിൽ അട്ട ചുരുളും പോലെ ചുരുണ്ടിടക്കുന്ന ആ ചാവാലി പട്ടിയാണ് ഈ പറഞ്ഞ ഹളുക്ക്. അയ്യോ, അത് മനസ്സറിഞ്ഞൊന്ന് കുരച്ച് കഴിഞ്ഞാൽ അപ്പോഴവിടെ വീണ് ചാവും. അതിന് എഴുന്നേറ്റേക്ക് ആവതുണ്ടായിരുന്നു. എങ്ങനെയല്ലേ തുടർന്നിടെ കൂടെ ഇറങ്ങി ഓടിയെന്നെ. നീ കൂടുതലെന്ന് പറഞ്ഞു. നീ 4 ദിവസമായിട്ട് ഒരു പട്ടിയെ സൈക്കിൾ പഠിപ്പിക്കുന്നത് കണ്ടില്ല. അതുപോലൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അത് പട്ടിയെ സൈക്കിൾ പഠിപ്പിച്ചല്ല. ഞാൻ എപ്പോ സൈക്കിൾ ഓടിച്ചോണ്ട് പോയാലും ഈ പട്ടി കുറച്ചോണ്ട് പുറകെ ഓടി എന്നെ തള്ളിയിടാറുണ്ട്. അതിന്റെ വാശി തീർത്തതാണ്. പട്ടിയെ സൈക്കിളിൽ കെട്ടി ഉരുട്ടി വിട്ടിട്ട് ഞാൻ പുറകിൽ കുറച്ചോണ്ട് ഓടി. ആ ബുദ്ധിമുട്ട് ആ പട്ടി മനസ്സിലാക്കണം. പക്ഷെ അവൻ നല്ല നൈസായിട്ട് ചവിട്ടി പോയടാ. ഇപ്പൊ രാവിലെ വീട്ടിൽ പത്രം ഇടുന്നായിരുന്നു അറിയാം. ഈ പട്ടിയാണ്. ഒരു ദിവസം പശുവിന്റെ തൊഴുത്തിൽ വന്നിട്ട് പശുവിന്റെ അടുത്ത് ഈ വെണ്ണയും തേച്ച് ഇങ്ങനെ ഇരിക്കുന്നു. പശുവിനെ കറക്കായി. പട്ടിയുടെ വീട്ടിലെന്ന് പറഞ്ഞു വിടും. എന്തിന്? വായിക്ക് തടവെടുക്കാൻ വേണ്ടിട്ട്. അതൊക്കെ പോട്ടെ. ഇന്നലെ രാത്രി വിളിച്ചിട്ട് നീ എടുക്കാത്തത്? ഞാനൊരു നല്ല സിനിമ കണ്ട് കിടന്നങ്ങ് ഉറങ്ങിപ്പോയത്. നായകൻ ആരുടെ? നായകനില്ല. നായികയില്ല. എന്ത് കഥ? കഥയും ഇല്ല. അതെന്തിനു പടവാടാ? നോ ഡിസ്ക്. ഇംഗ്ലീഷ് പടമാണ്. 2.5 മണിക്കൂർ പോയത് അറിഞ്ഞില്ല. ഒറ്റ ഫ്രെയിം. ബ്രില്യന്റ് ഡയറക്ഷൻ. അതിനൊക്കെ നമ്മളെ കമലഹാസൻ പുള്ളി ഇപ്പൊ അഭിനയൊക്കെ നിർത്തിയടാ. അഭിനയം നിർത്തിയാ? സ്റ്റേജ് പരിപാടിക്ക് പോണു. ആര് പറഞ്ഞു? റോഡ് സൈഡ് പോസ്റ്റ് ഒട്ടിച്ച് വെച്ചേക്കുന്നു. ഉത്തമ വില്ലടിച്ചാൻ പാട്ട്. വില്ലിന്റെ ഫ്രണ്ടില് കമലഹാസൻ വേഷമൊക്കെ വെട്ടി ഇങ്ങനെ. അത് അദ്ദേഹത്തിന്റെ ഒരു സിനിമയുടെ പേരാണ്, ഉത്തമ വില്ലൻ. പക്ഷെ ഞാൻ ഒരു കാര്യം പറയല്ല. പച്ച കുത്തിയാടാ. എന്താ അനിയത്തിയുടെ പേരൊക്കെ പച്ച കുത്തി വെച്ചേക്കുന്നത്? അനിയത്തിയുടെ പേര് പച്ച കുത്തിയല്ല. ഇന്നലെ അളിയനെ ഒരു വഴക്കുണ്ടാപ്പേ കല്യാണ മോതിരം വെച്ച് ഇടിച്ച് കയറ്റി തന്നത്. നിനക്കത് കിട്ടണം. എടാ, ഇത് മാഞ്ഞു പോയ ഇപ്പൊ എന്ത് ചെയ്യണം? നിന്റെ പേര് എഴുതിയൊരു മോതിരം അളിയന്റെ പേരിൽ ഇട്ടുകൊടു. എന്റെ പുക നിനക്ക് ഉടനെ തന്നെ കാണണം. അങ്ങനെയെങ്കിലും നാട്ടുകാർക്ക് ഒരു സ്വസ്ഥത കിട്ടടാ നിന്റെ. പിന്നെ നീ പെണ്ണ് കാണാൻ പോയിട്ട് എന്തായി? അതെല്ലാം സെറ്റായ അളിയാ. കിടുക്കം പെണ്ണിയാണ്. പെണ്ണിന് ജോലിയുണ്ടോ? സയന്റിസ്റ്റ് ആണ്. ISRO അല്ലടാ, തൊട്ടപ്പുറത്ത് പല്ലാശുപത്രിയിലെ സയന്റിസ്റ്റ്. ഡെന്റിസ്റ്റ്. ഓ, അങ്ങനെ അതാണ് അതിന്റെ ട്വിസ്റ്റ്. മനസ്സിലായില്ലേ? നമ്മളൊരു തീരുമാനം എടുത്ത കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിള്ളേരൊന്നും ഉടനെ വേണ്ടെന്ന്. കാരണം ഈ ജനസംഖ്യയുടെ കണക്കെടുത്ത് നോക്കിയാൽ ഇന്ത്യയാണല്ലേ ഇപ്പൊ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. നേരത്തെ ചൈന ആയിരുന്നു. നേരത്തെ എന്നല്ല, ആദ്യം മുതലേ ജനസംഖ്യയുടെ കണക്കിൽ ഇന്ത്യയാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. ചൈനയൊക്കെ ചുമ്മയുടെ കള്ളം പറയുന്നത്. നിനക്കൊരു കാര്യം അറിയാമോ? സത്യം പറഞ്ഞാൽ ചൈനയിൽ ഒറിജിനലായിട്ട് ആകെ ഒരുത്തനേ ഉള്ളൂ. ബാക്കിയുള്ളത് അവന്റെ ഫിഗർ ചെയ്യുന്ന മറ്റേ ഡ്യൂപ്പുകളാണ്. പിന്നെ നീ കണ്ടിട്ടില്ല എല്ലാത്തിനും ഇങ്ങനെ ഒരേ പോലെ ഇരിക്കുന്നത്. എന്തായാലും എന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള പെണ്ണിനെ തന്നെ കിട്ടി എനിക്ക്. അല്ല, ഞാൻ ആശുപത്രി പോയപ്പോ നിന്റെ മാമ അവിടെ ട്രിപ്പ് എടുത്താ ഇങ്ങനെ കിടക്കണണ്ടല്ലോ. ആക്സിഡന്റാ? അതെവിടെന്നാ വന്നത്? അതെവിടെന്നാ കേട്ടെന്ന് എനിക്ക് അറിയണം. ഞാൻ ആക്സിഡന്റ് ഇവിടെ നിന്നാണോ ഉത്ഭവം? ഓ, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിന് പോകാറുണ്ടല്ലേ? കുറച്ച് ദിവസമായി. നല്ല കറക്റ്റ്, നല്ല ജ്ഞാനമുണ്ട്. എന്താ ഈ മാമന് പ്രായമായെങ്കിലും കൊച്ചുകളുടെ സ്വഭാവമാണ്. മാമി വരുമ്പോ കഥവിന്റെ ഇടയിൽ കയറി എന്നിട്ട് വേന്ന് പറഞ്ഞ് പേടിപ്പിക്കും. സ്ഥിരം പേടിപ്പിക്കും. ഒരു ദിവസം കയറി വന്ന മാമി അറിഞ്ഞില്ല മാമ ഇവിടെ നിൽക്കുന്നത്. മാമി കഥവ് തുറന്നങ്ങ് അടിച്ചു കൊടുത്ത് കഥകിന്റെ ഇടയിൽപ്പെട്ട പല്ലിയെ പോലെ ഞളുങ്ങി പോയി. മുതുകിന്റെ പിള്ളകളി തീർന്നു. മനസ്സിലായി? നീ അറിഞ്ഞ നമ്മുടെ സുഖുവിന്റെ അപ്പൂപ്പനില്ലടാ, കയറി തൂങ്ങി മരിച്ചടാ. തൂങ്ങി മരിച്ചു. എത്ര വയസ്സുണ്ടായിരുന്നു? 95. എന്ത് ചിരിക്കണോ? എന്തായാലും 3:30 സ്കൂൾ വിടും. അയാൾ എന്തിനാ 3 മണിക്ക് ക്ലാസ് കെട്ടിയത്? എനിക്ക് അറിഞ്ഞുകൂടാത്തത്. നിന്റെ വീട്ടിലൊരു അപ്പൂപ്പ ഉണ്ടല്ലോ. നിന്റെ വീടിന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന മാവ് മുറിക്കാറായല്ലേ? അപ്പൊ നിന്റെ വീട്ടിന്റെ ഫ്രണ്ടിലിരിക്കുന്ന മാവ് തോരൻ വെക്കാൻ വേണ്ടിട്ടാണ് അവിടെ വെച്ചേക്കണത്. ഈ സ്വഭാവം കൊണ്ട് ആരും നിന്നെ വീട്ടിൽ പോലും അടുപ്പിക്കാത്തത്. നീ എന്നാ നിന്റെ സഹോദരിയുടെ നൂലുകെട്ടിനെ എന്നെ വിളിച്ചില്ല. കൊച്ചിന്റെ നൂലുകെട്ട് നീ എന്നെ വിളിച്ചില്ല. മറന്നുപോയേ. അതേ വിളിക്കാത്തത് പോട്ട് വൈകുന്നേരം സംഗീത കച്ചേരി നടന്നിട്ട് നീ എന്നെ വിളിച്ചത് പോലുമില്ല. സംഗീത കച്ചേരി നിന്റെ വീട്ടിന്റെ ഫ്രണ്ടിൽ വീണ കുത്തിച്ചാരി വെച്ചേക്കണ ഞാൻ കണ്ടല്ല. വീണ കുത്തിച്ചാരി വെച്ചല്ല, പിന്നെ നൂലുകെട്ടിന് അടിച്ച് വിറ്റായിട്ട് അളിയം തലയും കുത്തൽ എന്നതാണ്. നൂലുകെട്ടിന് അളിയ തലയും കുത്തൽ ബർത്ത്ഡേക്ക് അങ്ങനെ തുണിയില്ലാതെ ഓടുമായിരുന്നു. അതൊക്കെ പോട്ട് അളിയ, നിനക്ക് ഈ കക്കൂസിന്റെ ലോൺ വല്ലതും കിട്ടിയാടേ? ആകെ 30,000 ഗുണവേണ് കിട്ടിയത്. 30,000 ഗുണമെന്ന് നിനക്ക് പറ്റൂലേ? ഞാൻ 1.5 ലക്ഷത്തിനാണ് അപ്ലൈ ചെയ്തത്. 1.5 ലക്ഷത്തിന് നീ എന്തിനാണ് ഉണ്ടാക്കണം? തീറ്റും കൂടിയല്ല അതിനകത്ത് തന്നെ. എന്റെ കക്കൂസിനകത്ത് ഒരു ചെറിയൊരു റബ്ബർ തോട്ടം, 2 പാറക്കല്ല്, ഒരു കുഞ്ഞു ചെറിയ കൈത്തോട്, ഒരു ചെറിയ
ചെറിയ പുൽത്തകടി. ഇതെല്ലാം എന്നിട്ട് അതിനകത്ത് വെക്കണത്? ഇത്രയൊക്കെ ആംബിയൻസ് ഉണ്ടെങ്കിൽ എനിക്കൊരു മൂഡ് വരും. അപ്പൊ ഇതിനു മുമ്പ് നീ എവിടെയാണ് പോയിക്കൊണ്ടിരുന്നത്? സുധാകരന്റെ 10 ഏക്കർ ഉണ്ടായിരുന്നല്ലോ, ഞാൻ ആ 10 ഏക്കർ ഉപയോഗിക്കാറുണ്ട്. ബോംബെ അങ്ങേര് ഇവിടെ വരൂ. ആര്? നാനാ പട്ടേക്കർ. ഞാൻ ആ 10 ഏക്കർ ഉപയോഗിക്കാറുണ്ട്. സാധനം എടുത്തടി. സാധനം ആശുപത്രിയിലെങ്ങനെ പോയടാ? ഞാൻ ആദ്യമേ പറഞ്ഞു കേട്ടോ, ഇനി സാധനം കിട്ടാൻ നിവൃത്തിയില്ലെന്ന്. നീ പിണങ്ങാതെ നമുക്ക് വേറെ എടുത്താ പോരെ? വേറെ സാധനം കിട്ടൂല. നീ ഒറ്റ വഴിയേ ഉള്ളൂ. നമ്മുടെ കയ്യിൽ നിന്ന് ആ കുട്ടിക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് വിചാരിച്ചാ മതി. സ്വാതന്ത്ര്യ ദിനാശംസകൾ. നീ എന്താ ഈ പറയുന്നത്? ക്ലൈമാക്സ്. ആന്റി സുധാരിക്കുന്ന ആന്റി എന്തിനാ വിളിച്ചത്? നീ ക്ലൈമാക്സ് പറഞ്ഞില്ലേ? കിടക്കട്ടെ ഒരു ആന്റി ക്ലൈമാക്സ്.